ഉണ്ണീശ്വര നാമത്തിലുള്ള അതിപുരാതനമായ ഒരു പള്ളിയാണ് ആലങ്ങാട് കുന്നേൽ പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുൻപേ കന്നുകാലികളെ മേയിച്ചിരുന്ന ഒരു കുന്നായിരുന്നു ഇത്. ആടുകളെ മേയ്ക്കാൻ വന്ന ബാലന്മാരുടെ സുഹൃത്തായി ഒരു പ്രായമായ മനുഷ്യനുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ മുത്തപ്പൻ എന്നാണ് വിളിച്ചിരുന്നത്. ഈശോയുടെ ജനനത്തെയും ബാല്യത്തെയും കുറിച്ച് അവരെ പഠിപ്പിച്ചു. മുത്തപ്പൻ കുട്ടികളോട് ശർക്കരയും വറുത്ത പൊടികളും കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം കാട്ടുപഴങ്ങൾ പറിച്ച് ഇതൊക്കെ കൂട്ടിക്കുഴിച്ച് ഒരു പലഹാരമുണ്ടാക്കി. അത് 3 ഉരുളകളാക്കി കുറച്ച് അവിടെ വെച്ച് കഴിക്കുകയും ബാക്കി വീട്ടിൽ കൊടുത്തു വിടുകയും ചെയ്തു. ഈ പലഹാരമാണ് പിൻകാലത്ത് അവിടെ തമുക്ക് നേർച്ചയായി മാറിയത്. കുറച്ചു നാളുകൾക്ക് ശേഷം മുത്തപ്പൻ മരിച്ചു. അദ്ദേഹത്തെ ആ കുന്നിൽ തന്നെ സംസ്കരിച്ചു. അദ്ദേഹത്തെ അടക്കം ചെയ്തതിൻ്റെ മുകളിൽ ഉണ്ണീശോയുടെ രൂപം കാണപ്പെട്ടു. അത് ആലങ്ങാട് പള്ളി വികാരിയും നാട്ടുകാരും ചേർന്ന് ആലങ്ങാട് പള്ളിയിൽ കൊണ്ടുവച്ചു. അങ്ങനെയാണ് അത്ഭുത ദിവ്യ ഉണ്ണീശോയുടെ പള്ളി ആലങ്ങാട് കുന്നിൽ വന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണ് തമുക്ക് നേർച്ച. ഉടുപ്പ്, ഉണ്ണിയും പാളയും മോതിരവും അടിമയും ഇവിടെ നേർച്ചയായി എടുക്കുന്നു. 3 നോയമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ തിരുനാൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളും രോഗിയായ ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരെ നിന്നും ഒരുപാട് തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ കിണറിൽ നിന്ന് രോഗം മാറാൻ വെള്ളം കുടിക്കുകയും കുട്ടികളെ കുളിപ്പിക്കുകയും കുപ്പിയിലാക്കി കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച കുഞ്ഞുങ്ങളെ ചോറൂട്ടലും അക്ഷരം പഠിപ്പിക്കലും തലക്കുടിക്കലും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കുന്നപ്പള്ളിയുടെ ചരിത്രം. നന്ദി, നമസ്കാരം.